2025-26 കള്ളാർ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. കാർഷിക മേഖലയ്ക്കും ദാരിദ്ര്യ ലഘൂകരണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. സമ്പൂർണ്ണ പാർപ്പിട പഞ്ചായത്ത് എന്ന ലക്ഷ്യം നേടാൻ ഭവന പദ്ധതിക്ക് പ്രാധാന്യം നൽകി കള്ളാർ പഞ്ചായത്ത് 2025-26 വർഷത്തെ ബജറ്റ്. പഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ ഭവനരഹിതർക്കും വീടുറപ്പാക്കാൻ ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടെ 11 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. പശ്ചാത്തല മേഖല, അടിസ്ഥാന വികസനം, കൃഷി, മൃഗസംരക്ഷണം, വിദ്യാഭ്യാസം, ആരോഗ്യമേഖല, വയോജനം, ഭിന്നശേഷി, വനിതാ മേഖലകൾക്കും തുക നീക്കിവച്ചിട്ടുണ്ട്. പ്രകൃതി, കുടിവെള്ള സംരക്ഷണം, ശുചിത്വം എന്നിവയ്ക്കും പരിഗണന നൽകിയിട്ടുള്ള ബജറ്റ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ ഷാജി അവതരിപ്പിച്ചു. നാം മുന്നേറുകയാണ്. ലഭ്യമായ എല്ലാ സാമ്പത്തിക സ്രോതസ്സുകളും ഉപയോഗപ്പെടുത്തി മാതൃകാപരമായ ജനോപകാരപ്രദമായ ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് സാംസ്കാരിക കായിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഉൾപ്പെടെ സർവോന്മുഖമായ പ്രവർത്തനങ്ങളിലൂടെ ഒരു പുതിയ പ്രഭാതത്തെ വരവേൽക്കാനുള്ള യത്നത്തിൽ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കുന്നുണ്ട് എന്നുള്ളതിന് ഏറെ അഭിമാനവും സന്തോഷവുമുണ്ട്. 2025-26 വർഷത്തെ ബജറ്റിൽ സംസ്ഥാന കേന്ദ്ര പദ്ധതി വിഹിതവും ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വിഹിതവും ജില്ലാ, ബ്ലോക്ക് പഞ്ചായത്ത് വിഹിതവും പഞ്ചായത്ത് തനത് ഫണ്ടും ഉൾപ്പെടെ 32,77,863 രൂപ പ്രതീക്ഷിക്കുന്നു. ഗ്രാമീണ റോഡുകളടക്കം ഉൾപ്പെടുന്ന പശ്ചാത്തല മേഖലയ്ക്ക് 3.5 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 6.37 കോടി രൂപയുടെ പ്രവൃത്തികൾ പൂർത്തിയാക്കുമെന്നും ബജറ്റിൽ പറയുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ അതിജീവിക്കുന്ന തരത്തിൽ പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുമെന്നും ജലാശയങ്ങൾ, കുളവും കിണറുമടക്കമുള്ള കുടിവെള്ള സ്രോതസ്സുകൾ തുടങ്ങിയവ നവീകരിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രാരംഭ ബാക്കിയുള്ള 14,10,303 രൂപ ഉൾപ്പെടെ 32,36,77,863 രൂപ വരവും 32,25,563 രൂപ ചിലവും 36,52,300 രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ഗീത, കെ ഗോപി, സന്തോഷ് വി ചാക്കോ, പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സി രേഖ, പി വി ശ്രീലത, പഞ്ചായത്ത് അംഗങ്ങളായ മിനി ഫിലിപ്പ്, എം കൃഷ്ണകുമാർ, സെക്രട്ടറി എ പ്രേമ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ രവീന്ദ്രൻ, വി കുഞ്ഞിക്കണ്ണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കള്ളാർ.